ഹലോ. രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ നിക്കീനാട്ടോ കണി കാണുന്നത്. ആളുണ്ട് കൊലായിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം പോലിട്ട് ഒരു ചിരിയൊക്കെ മുഖത്ത്. അങ്ങനെ നമ്മളിത് രാവിലെ എണീറ്റ് വന്ന് നിക്കിനോട് കുറച്ച് ബടായൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത്, ഇന്ന് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിക്കിനെ പേടിച്ചതേ ഒരാൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പുറത്ത് വന്നപ്പോൾ അതെ പിള്ളേരൊക്കെ ഭയങ്കര കളിയിലാട്ടോ. എന്തൊന്ന് ഭയങ്കര എല്ലാവരും ഭയങ്കര ഉഷാറിലായിരുന്നു കേട്ടോ. അമ്മ ദേ കോഴിക്കളൊക്കെ പിടിച്ച് വലേൻ്റെ ഉള്ളിലാക്കുക കേട്ടോ. കുറേ കോഴിക്കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പരുന്ന് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ കെട്ടിയിട്ട് കുറച്ച് ദിവസം അവരൊന്ന് വളരുന്ന വരെ ഇങ്ങനെ വലേൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കും കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ ചുമ്മാ ഇരിക്കണ കണ്ടപ്പോൾ അമ്മനോട് പറഞ്ഞു കുറച്ച് മുളകൊക്കെ പറിക്കാൻ കേട്ടോ. എൻ്റെ കറി ഉണ്ടാക്കാൻ അതിക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടി കുറച്ച് മുളകൊക്കെ പൊട്ടിക്കാൻ പറഞ്ഞു. മുളക് അത്യാവശ്യം കൂടുതലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറേ മുളകിൻ്റെ മരങ്ങളുണ്ട്. അപ്പോൾ മുളക് ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കില്ല കേട്ടോ. ആവശ്യത്തിനുള്ളതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട് ഉണ്ടാക്കല്. അതേപോലെ തന്നെ ഈ കറിവേപ്പില, മുളക്, കുറച്ച് തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ അമ്പലത്തിൽ നിന്ന് പ്രതിഷ്ഠാ ദിനമാണെന്ന്. അങ്ങനെ നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകും കേട്ടോ. അവിടെ നിന്ന് സദ്യയൊക്കെ ഉണ്ട്, സമൂഹ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. പിള്ളേരൊക്കെ അങ്ങനെ മാറ്റി കൊടുക്കണം. ചൂടായ കാരണം ഇവ മുടിയൊക്കെ മേലേക്ക് കെട്ടി കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇത് ഇറങ്ങാൻ പോവാം കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് അമ്പലം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പ ക്ഷേത്രം. ഇവിടെയാണ് ഇന്ന് പ്രതിഷ്ഠാ ദിനം എന്ന് പറഞ്ഞിട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഉച്ചയ്ക്ക് ഇങ്ങനെ തൊഴാനൊന്നും പറ്റില്ലല്ലോ. അമ്പലം നട അടിച്ച് കിടക്കുമ്പോൾ തൊഴരുതെന്നാണ് കേട്ടോ. ഇതാണ് അമ്പലം കേട്ടോ. ഇവിടെ അടുത്ത് വേറെ അയ്യപ്പ ക്ഷേത്രം ഉണ്ടോയെന്ന് എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അമ്പലത്തിൽ. പിന്നെ നല്ലൊരു അടിപൊളി അമ്പലക്കുളം കണ്ടിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത് കേട്ടോ. അങ്ങനെ പപ്പടം വന്നു, ഉപ്പേരി വന്നു, അവിയൽ വന്നു, അങ്ങനെ എല്ലാ വിഭവങ്ങളും വന്നിട്ടോ. എനിക്ക് കിട്ടിയ പപ്പടവും 2 ഗ്ലാസ് പായസവും ഇവിടെ 3 തന്നെ കുടിച്ചിട്ടോ. ആൾക്ക് ചോറ് അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിലും പപ്പടവും പായസവും നന്നായിട്ട് കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ എണീറ്റിട്ടോ. ഇവമ്മളത്തെ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ വരും കേട്ടോ. നല്ല മനുഷ്യരിട്ടോ. ഇവിടെയുള്ളൊരു ഫുഡ് വിളമ്പുമ്പോഴാണെങ്കിലും ഭയങ്കര കാര്യം കേട്ടോ. നമ്മളങ്ങനെ പരിചയമുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും ഭയങ്കര സ്നേഹം കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവർ നമ്മൾ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തോ അതാ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ശിവൻ്റെയും പാർവതിയുടെയും കൂടി ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ ഡിസംബറിൽ ഇനിയിപ്പോൾ ആറാട്ട് വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി അവിടുത്തെ വീഡിയോസൊക്കെ അതേപോലെ എടുത്തോ, എപ്പോഴാണ് ക്ലിക്കാവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് കിട്ടോ. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ നമ്മുടെ അടുത്ത് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര കാര്യം തന്നെയല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് കുറേയൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം. അപ്പോൾ വിചാരിച്ചൊന്ന് ചായ കുടിക്കാൻ പോയാലോ. അങ്ങനെ ഏട്ടനും ഞാനും മോനും കൂടി നേരെ ബീച്ചിലേക്ക് വിട്ടിട്ടോ. ബീച്ചിൽ പോയി ഒരു ചായയും പഴംപൊരി പരിപ്പടൊക്കെ കഴിച്ചപ്പോൾ വയറൊന്ന് ഫില്ലായി. ഇവിടെ ഒരാൾ കാക്കനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുമ്പോൾ കാക്ക വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് കാക്കനായിട്ട് വഴക്കുണ്ടാക്കുക. അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. അവനക്കൊരു വെള്ളച്ചായയും വാങ്ങിക്കൊടുത്ത് ചായക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല വ്യൂ കേട്ടോ. ഇവിടെ കടലിൻ്റെ അടുത്തൊക്കെ നല്ല രസമായിട്ടോ ഇപ്പോൾ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.